സ്ഥലോ ഒരു എത്തും പിടിയും കിട്ടില്ലല്ലോ. ഇതൊരു ചേമ്പിലെ പരിപാടിയായി പോയി. അതന്നെ കാലനാണ് പോലെ കാലായി. എന്ത് താലിയും വല്ലാത്ത ചെങ്ങായാണ് അയാള്. ഡാ ആരോ ഒരാൾ മൂത്രമൊഴിക്കാൻ കുത്തിരിക്കണ്ടല്ലോ. അത് പാരാ. അല്ല നിങ്ങളെന്താ മൂന്നാൾ ഇവിടെ തിരിഞ്ഞേൽക്കുന്നത്? അത് ചോദിക്കാൻ നിങ്ങളാരാണ്? അതന്നെ നാം മഹാബലി തമ്പുരാൻ. ഒലക്കിയാണ്, മഹാബലിയാണോ അല്ലേ? ഇയാള് വേറെ ആരാണ് നിന്ന്? അല്ലെങ്കിൽ മഹാബലിക്ക് ഇതാ ഈ ചിന്നവരൻ്റെ അത്ര ഐറ്റം ഉണ്ടാവുള്ളൂ. അല്ല ചങ്ങായിമാരെ, ഞാനേ ഒരു 6-6 അടി പൊക്കണ്ടനി. ആ വാമനന്റെ ഒരു ഒറ്റ ചവിട്ടിന് ഞാൻ നേർ പകുതിയായി പോയതാ. അയ്യോ മഹാബലി തമ്പുരാൻ തന്നെയാണോ? കണ്ടാലും പറയും ഒരു തമ്പുരാൻ. എന്നിട്ട് നിങ്ങൾ ഡ്രസ്സൊക്കെ അവിടെ പോയി? അത് തിരുമ്പിട്ടിട്ട് ഉണങ്ങില്ലടോ. പിന്നെ ഇവിടേക്ക് കുറെ ഷോപ്പുണ്ടല്ലോ, വാടക എടുക്കാലോ. അല്ല അതൊക്കെ പോട്ടെ, നിങ്ങളിപ്പോ എന്താ ഇവിടെ? ഞങ്ങളെ ആ കാലം കൂട്ടിക്കൊണ്ടുവന്നാന്ന്. ഇവിടെ എത്തപ്പോഴാ പറയുന്നത് റൂമൊന്നും ഒഴിവില്ലാന്ന്. മൂപ്പര് മുങ്ങും ചെയ്ത്. നിങ്ങളൊക്കെ പേരെന്താ, എങ്ങനെ മരിച്ചത്? എന്റെ പേര് സുരേഷ്. ഞാൻ സുമേഷ്. ഞാൻ സുധീഷ്. ഞങ്ങൾ 3 സൂകളാ. സൂകളോ? ആന്ന് സുഹൃത്തുക്കള്. ഞങ്ങൾ ഞായറാഴ്ച 500 സാധനം വാങ്ങി അടിച്ചു കഴിഞ്ഞപ്പോൾ തികയാതെ ആയപ്പോൾ 500 കൂടെ വാങ്ങായി. ഇവന്റെ ബൈക്കുമ്മല് ത്രിപിൾ എച്ചി പോയി. ഇവനാണെങ്കിൽ ലൈസൻസും ഇല്ല. ഞങ്ങളാച്ച ഹെൽമെറ്റ് കൂട്ടില്ലേ. നേരെ പാണ്ടിലോറിന്റെ മുന്നിലേക്ക് സ്പോട്ട് തീർന്നുപോയി. വലിയ പരിക്കൊന്നുമില്ല. ഞങ്ങളെ 3 ആളെ തല ഒന്ന് കൂട്ടിമുട്ടി, അത്ര സംഭവിച്ചിട്ടുള്ളൂ. രാജാവ് ഒന്ന് കാലിനെ വിളിക്കണം. അതന്നെ, നിങ്ങൾ മൂപ്പരെ വിളിച്ചിട്ട് ഒന്ന് പഞ്ചായത്താക്കിയിട്ട് എങ്ങനെയെങ്കിലും ഞങ്ങളെ നാട്ടിലെത്തിക്കണം. സുഖ ഈ കൊടയൊന്ന് പിടിക്ക്. ഇങ്ങോട്ട് തെരീന്. നമോവാകം. മനസ്സിലായി, ഞാൻ കുളിക്കാൻ പോവേനി. മഹാബലി തമ്പുരാനല്ലേ? അതെങ്ങനെ മനസ്സിലായി? ട്രൂ കോളറിൽ പേര് കാണിക്കുന്നുണ്ട്. പാതാളത്തിൽ നിന്നാണോ? അല്ല കേരളത്തിനാ. ഓണക്കായില്ലേ, ഞാൻ നേരത്തെ കൊണ്ട് പോന്നാ. അല്ല നിങ്ങളൊരു 3 ചെറുപ്പക്കാരെ ആക്സിഡന്റ് ആയിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിട്ടുള്ള. ഓർക്കാണ് ഈ റൂമില്ല എന്ന് പറഞ്ഞ എന്റെ അടുത്ത് വന്നിട്ടെ നിങ്ങൾ മുങ്ങിന്ന് പറയുന്നുണ്ട്. എന്താപ്പ ചെയ്യാ? ആ റൂമില്ലാന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. ഒരു 2 ദിവസം കൊണ്ട് ശരിയാക്കി കൊടുക്കാം. പുതിയ ബ്ലോക്കിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണേ. ആണോ? എന്നാൽ അവരോട് 2 ദിവസം അലഞ്ഞെറിഞ്ഞ് നടക്കാൻ പറയാ. നിങ്ങൾ ഫോണോ തരി. ഒറ്റ കാര്യം പറയട്ടെ. കാലാ എന്ത്? അല്ല രാജാവേ, നിങ്ങൾ നല്ല പണിയോട്ടാ. റൂമില്ലേ പറയണ്ടേ, ഞങ്ങൾ കുടുങ്ങിയില്ലേ? 2 ദിവസം കഴിഞ്ഞ് ഓണക്കായില്ലേ. ഇങ്ങോട്ട് കാട്ടിയാണിയേ. പിന്നെ എൻ്റെ വീട്ടിലെ ഭാര്യയും ചെറിയ 2 കുട്ടികളാണ്. അതിനൊന്ന് വലുതാവണെ കാത്തുന്നൂടെ നിന്നെ കൊണ്ടുപോകാൻ? ഇതിന്റെ പണിയായി പോയില്ല മോനെ. കൊണ്ടോ കാല, ഓണക്കല്ലേ, എന്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് എടുക്ക്. തൽക്കാലം അവരെ നാട്ടിലേക്ക് പറഞ്ഞേക്ക്. അതെ, മഹാബലി തമ്പുരാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഓക്കെ പറയാം കേട്ടോ. പിന്നെ ഓണം കഴിഞ്ഞാൽ ഞാൻ അവരെ തിരിച്ചു കൊണ്ടുപോകും കേട്ടോ. ഓണം കഴിഞ്ഞിട്ട് കൊണ്ടുപോയിക്കോളി, അതൊന്നും കുഴപ്പമില്ല. ഹലോ കാലട്ടാ, നിങ്ങൾ ഓണം കഴിഞ്ഞിട്ട് ഇവരെ 2 ആൾക്കാരെയും കൊണ്ടുപോയിക്കോളി. എനിക്ക് ചെറിയൊരു സമയം അനുവദിച്ചു തരണോ? എനിക്ക് നാട്ടിലെ ചെറിയ പലിശ കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. കുറെ പൈസ നാട്ടുകാരെ കൈമലാണ്. അതൊന്ന് ഞാൻ വാങ്ങി വീട്ടിലേൽപ്പിച്ചാൾട്ടെ. ഇല്ലേ കുട്ടികൾ പട്ടിണിയായി പോവും. ഞാനും കൊടുക്കാണ്ടോ. അങ്ങോട്ട് കൊടുത്താളോ. അല്ല ഞാൻ ഇപ്പൊ വരെങ്ങനെ ശരീരത്തിലേക്ക് എത്തിക്കും? ഒരു 3/4 മണിക്കൂർ കൊണ്ട് ബോഡി മോർച്ചറിൽ എത്തുകയുള്ളൂ. നാളെ രാവിലെ മാത്രമേ എന്തായാലും പോസ്റ്റ്മോർട്ടം നടക്കുകയുള്ളൂ. അതുകൊണ്ട് മാവേലി ഉടനടി ഇവരെയും കൊണ്ട് മോർച്ചറിൽ എത്തുക. ബോഡി തണുത്തു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൽ കയറാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? എന്ത് പ്രശ്നം രാജാവേ? ചിതയിൽ നിന്ന് വരെ ഞാൻ ആൾക്കാരെ ജീവൻ വെപ്പിച്ചിട്ടില്ലേ. പിന്നെന്ത് ഇതൊക്കെ? അതൊക്കെ എനിക്കറിയാം. ഓക്കെ നമോ വാഗം. ശരി, എന്തേ നടക്കുക? ചെഹദേന്ന് വരെ പാള് ജീവിച്ചു പോരുന്നു. പിന്നെ ഇപ്പൊ നിങ്ങള്. ഞാൻ യൂട്യൂബ് കണ്ടിട്ടുണ്ടായി. എന്നാ ശരി പോലെ വാ ഞാൻ നടക്കാൻ കേട്ടോ. ഇത് എപ്പോഴാ അവിടെ എത്തുക? പിന്നെ ഫ്രീസറിൽ കയറ്റി പോയാൽ കുടുങ്ങി പോട്ടോ. ആന്നെ ഫ്രിഡ്ജിൽ വെച്ച പഴംപൊരി മാതിരിയായി പോവും. കാട്ടിയാണിയേ ഒന്ന് ഇളകിക്കൂടും ഇങ്ങോട്ട്. ഇവിടെയൊക്കെ എപ്പോഴും കൃഷി ഉണ്ടല്ലേ? പഞ്ചായത്തിൽ ഇവിടെ മാത്രമേ കൃഷിയുള്ളൂ. ബാക്കിയൊക്കെ മണ്ണിട്ട് നിർത്തിപ്പോയല്ലോ. അതെന്താ അവിടെ ഒരാൾക്കൂട്ടം? അത് രാജാവിനെ കാണാൻ കാത്തുക്കാണ്. കാണാൻ മാത്രല്ല, അങ്ങയുടെ കൂടെ ഒരു സെൽഫി എടുക്കണം എന്നാണ് ഒരാഗ്രഹം. അതന്നെ. വരൂ നമുക്ക് അങ്ങോട്ട് പോവാം. ഏവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ. എന്നാൽ നമുക്കൊരു സെൽഫി എടുത്താലോ?